ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിന് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് 9:30 ഹോസ്റ്റൽ അടയ്ക്കും. അപ്പോൾ നമ്മൾ ഇറങ്ങി. നമുക്ക് 1:50 വെളുപ്പിന് 1:50 ട്രെയിന്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. അത് പ്രിൻഷ, മറ്റേത് ചിത്തിര, അത് ഫമി. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് DH നമ്മൾ എറണാകുളത്താണ് കേട്ടോ. അപ്പോൾ DH ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ കുറച്ച് നേരം നമ്മളത് പെയിൻറ്റിങ് ഒക്കെ കാണാനായിട്ടൊക്കെ വന്നതാണ് കേട്ടോ. പുതുതായിട്ട് റിനോവേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ പ്രിൻഷയ്ക്ക് ഒരു ആഗ്രഹം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അവിടെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നത് ചിത്രയാണ് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ ചിത്രയുണ്ട്, സമ്യയുണ്ട്, പിന്നെ അഞ്ജനയുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കഫേയിൽ വന്നു. ഒരു തൊട്ടടുത്ത് തന്നെ ഒരു കഫേ ദർബാർ എന്നൊരു കഫേ ഉണ്ട്. അവിടെ വന്നു, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും സാൻഡ്വിച്ചും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അവിടെ ഇങ്ങനെ കാര്യം പറഞ്ഞ് നമ്മളിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. സമയം കഴിഞ്ഞ് കുറച്ച് ഒന്ന് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ പോയിരുന്നാൽ വീണ്ടും കൊതുകടിക കൊണ്ട് വെയിറ്റിംഗ് റൂമിൽ വന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ലേഡീസ് വെയിറ്റിംഗ് റൂമിൽ വന്ന് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് മുടിയൊക്കെ കെട്ടി ഫ്രഷായി മുഖമൊക്കെ കഴുകിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല രസമായിരുന്നു. പ്രീ പ്ലാൻ ചെയ്ത ഒരു എല്ലായിരുന്നു. അപ്പം നമ്മളെടുത്തു പോകാൻ എന്തായാലും ഫമിയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാനും ചിത്രയും ഒരു ബോഗിയിൽ, ഫമിയും പ്രിൻഷയും വേറൊരു ബോഗിയിലാണ്. അതാണ് ഈ ചിത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഞങ്ങൾക്ക് സീറ്റ് കിട്ടത്തില്ല. ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ടിക്കറ്റ് ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് പോകുന്നതിൻ്റെ അന്ന് രാവിലെ നോക്കിയപ്പോൾ കറണ്ട് അവൈലബിലിറ്റി സീറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത് കിട്ടിയതാണ്. ഇന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നല്ല ക്ഷീണം വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് എത്താറായി കേട്ടോ. ഇത് രാവിലത്തെ വെളുപ്പിൻ്റെ ഇതാട്ടോ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നല്ലതായിട്ട് ഉറങ്ങി മീൻസ് കുറച്ച് നേരം ഒന്ന് മയങ്ങി. അപ്പോഴത്തേക്കിനും ദാണ്ടേ നമ്മുടെ വർക്കലക്കാരി അഞ്ജന എത്തി. ഞങ്ങൾ അവിടെ നിന്ന് കാട്ടാക്കട ബസ്സിൽ കയറി. പ്രിൻഷയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബസ്സിൽ ഇരുന്ന് ഇങ്ങനെ തൊട്ട് മുമ്പ് അവളെ ഒന്ന് വിളിച്ചായിരുന്നു. അനഘയാണ് കേട്ടോ. ഞങ്ങൾ അനഘയുടെ വീട്ടിലോട്ടാട്ടോ പോകുന്നത്, കള്ളിക്കാടാട്ടോ പോകുന്നത്. അപ്പോൾ അവളെ വിളിച്ചിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അന്വേഷിച്ചതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ, KSRTC സ്റ്റാൻഡിൽ നിന്നൊക്കെ. എന്നിട്ട് നമ്മൾ ബസ്സിലൊക്കെ കയറി നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് കള്ളിക്കാടോട്ട് പോവാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും കേട്ടോ. അനഘ ആക്ച്വലി അവൾ ബെൽജിയത്തിൽ നോർവേയിലാണ്. പുള്ളിക്കാരി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സെപ്റ്റംബറിൽ കല്യാണം സമ്മതിക്കണം. അപ്പോൾ അത് മാത്രമല്ല അവളുടെ അനഘയുടെ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. അപ്പോൾ അതൊക്കെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് അയാൾ ആക്ച്വലി സർപ്രൈസ്ഡ് ആയിട്ട് വന്നതാണ്. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആ കഥയൊക്കെ പറഞ്ഞത്. അപ്പോൾ ആളിന് തിരിച്ചു പോകും. ഓൾറെഡി ഞങ്ങളിവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാനൊക്കെ. അപ്പോൾ അവൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ചെല്ലുമെന്ന്. പക്ഷേ ഞങ്ങളെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പം അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങൾ ബസ് ഇറങ്ങി അവളുടെ വീട്ടിലോട്ട് നടക്കുക. കുറച്ച് മീൻസ് ഒരു 10 മിനിറ്റ് നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. അഞ്ജന ആക്ച്വലി വീട്ടിലായിരുന്നു, വർക്കലയിലായിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് കയറി. അങ്ങനെ ഞങ്ങൾ ഇത് അവളുടെ വഴിയാണ് കേട്ടോ, കയറുന്ന കയറ്റമുണ്ട് കേട്ടോ. ഞങ്ങൾ പതുക്കെ അവിടെയൊക്കെ ബന്ധുക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് ആളുടെ വല്യമ്മ എങ്ങാണ്ട് കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ കയറി ആ കാണുന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അവളുണ്ട്, അവൾ എണീറ്റൊക്കെ ഉള്ളൂ. മനമിതിൽ പുണ്യമോ സൗഹൃദം ഇന്നൊരേ മഴയിൽ ഞാൻ അലിയവേ പുതിയതാം അറിവിതാ മനമിതിൽ പുണ്യമോ സൗഹൃദം ഇരവായാലും പകലായാലും നിഴൽ പോലെൻ കൂടെ
അങ്ങനെ ഞങ്ങൾ സെറ്റായി കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. വരുന്ന എക്സൈറ്റ്മെൻറ്റ് ആൾ വിട്ടിട്ടേ ഇല്ല, അനഘ വിട്ടിട്ടേ ഇല്ല കേട്ടോ. അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് അനഘയുടെ അനിയൻ തക്രു. അങ്ങനെ അവൻ ഞങ്ങൾക്ക് ദോശയൊക്കെ വാരി തരുമായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ കഴിച്ചിട്ടാണ് അവിടെ വന്നിട്ട് പറഞ്ഞിട്ട് കേട്ടില്ല. അരിദോശയ്ക്കകത്ത് തേങ്ങാക്കൊത്തും ശർക്കരയൊക്കെ ഇട്ടിട്ട് ഫില്ലിങ്സ് ആക്കി തന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവൻ വാരിത്തരികയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലതായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഭയങ്കര ബോണ്ടിങ് ആണ് ആക്ച്വലി, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം അനഘയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടോ. ഇവര് കയറി വരുമെന്ന് ഞാൻ കരയാതെ പിടിച്ച് നിൽക്കുകയായിരുന്നു, പക്ഷെ ഇവരെന്നെ തളർത്തി കഴിഞ്ഞു. അങ്ങനെ ജിത്ത് അവളെ വീണ്ടും കളിയൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അവൾ മൈക്രോ ബ്ലേഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിരികത്തിൽ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി 12 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് ചെക്കിങ് ഉണ്ടായിരുന്നു അവർക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഞങ്ങൾ ഇറങ്ങി അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ചിത്രം എടുത്ത് കൊടുത്തു. അതൊക്കെയായിരുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ വാനിലാണ് കേട്ടോ പോയത്. അച്ഛൻ വാനൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങ് പോയി. വേറെ എന്താ, അവിടുത്തെ വീഡിയോസൊന്നും എനിക്ക് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ചെന്ന് പോയപ്പോഴത്തേക്ക് തിരിച്ചവൾ കയറി പോകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഭയങ്കര സങ്കടമായിപ്പോയി. പെട്ടെന്ന് വന്നതല്ലേ, പെട്ടെന്ന് പോവുകയാണല്ലോ. അങ്ങനെ അപ്പം ഇനി കുറച്ച് നാളത്തേക്ക് ശേഷം ആളവിടെ PG പഠിക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് ഇമോഷണലായി. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ ഭയങ്കര നല്ല അൺഫോർഗറ്റബിൾ മെമ്മറീസാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഫ്രണ്ട്സ് ഉണ്ട്, കമൻറ്റ് ചെയ്യട്ടോ, അവരെ ടാഗ് ചെയ്യട്ടോ. മാത്രമല്ല ഇങ്ങനത്തെ കുറേ ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബായ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.